അമൃത് വേണി ലൈവ് സ്ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 26 വെള്ളിയാഴ്ച. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിൽ മേയർമാരെയും നഗരസഭകളിൽ അധ്യക്ഷന്മാരെയും തെരഞ്ഞെടുക്കുവാനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ BJPയുടെ ആദ്യ മേയറായി തിരുവനന്തപുരത്ത് VV രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. UDF ആദ്യമായി അധികാരം പിടിച്ച കൊല്ലം കോർപ്പറേഷനിൽ AK ഹഫീസ് മേയറായി. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത കോഴിക്കോട് LDFിലെ O സദാശിവൻ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. വോട്ടെടുപ്പ് ദിവസം കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടായ തൃശൂരിൽ നിജി ജസ്റ്റിൻ തന്നെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. കൊച്ചിയിൽ VK മിനിമോളും കണ്ണൂരിൽ P ഇന്ദിരയും മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. BJP നേതാവ് VV രാജേഷ് ഇനി തലസ്ഥാന നഗരിയുടെ നാഥൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി VV രാജേഷിനെ തെരഞ്ഞെടുത്തു. 51 വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. 50 BJP അംഗങ്ങളുടെയും ഒരു സ്വതന്ത്രന്റെയും വോട്ടുകളാണ് ലഭിച്ചത്. UDFിന്റെ KS ശബരിനാഥന് 19 വോട്ടുകളാണ് ലഭിച്ചത്. LDFിന്റെ മേയർ സ്ഥാനാർത്ഥി RP ശിവജിക്ക് 29 വോട്ടുകളാണ് ലഭിച്ചത്. തിരുവനന്തപുരം തിലകമണിഞ്ഞെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു. അതേസമയം തിരുവനന്തപുരത്തെ 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുമെന്നും തിരുവനന്തപുരം നിയുക്ത മേയർ VV രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്രത്തിലാദ്യമായി ഭരണം പിടിച്ച BJPയുടെ മേയർ സ്ഥാനാർത്ഥി VV രാജേഷിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ ആശംസകൾ അറിയിച്ചു. ഇന്ന് മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേ VV രാജേഷ് മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുകയായിരുന്നു. കോർപ്പറേഷൻ മേയർ സ്ഥാനം അവസാന നിമിഷം കൈവിട്ടു പോയതിൽ മുൻ DGP R ശ്രീലേഖ കടുത്ത അതൃപ്തിയിലെന്ന് റിപ്പോർട്ടുകൾ. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും മികച്ച വിജയം നേടുകയും ചെയ്ത ശ്രീലേഖയെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് പ്രചരിപ്പിച്ചിരുന്നു. അവസാനത്തെ നിമിഷം വരെയും മേയറാകുമെന്ന് പ്രതീക്ഷ വെച്ചാണ് VV രാജേഷിനെ മേയറാക്കാനുള്ള തീരുമാനം പിന്നീടാണ് ഉണ്ടായത്. എന്നാൽ അവസാന ഘട്ടത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും പാർട്ടി തീരുമാനങ്ങളും തിരിച്ചടിയായതാണ് ശ്രീലേഖയെ ചൊടിപ്പിച്ചത്. തന്റെ അതൃപ്തി അവർ പാർട്ടിയെ നേരിട്ട് അറിയിച്ചതായാണ് സൂചന. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വോട്ടെടുപ്പിൽ പരാതിയുമായി CPM. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത 20 പേരെ മാറ്റി നിർത്തണമെന്ന ആവശ്യമാണ് CPM കൗൺസിലർ SP ദീപക് ഉന്നയിച്ചത്. ഡിജിറ്റൽ തെളിവുകൾ കൈവശമുണ്ടെന്നും നടന്നത് ചട്ടലംഘനമെന്നും CPM ഉന്നയിച്ചു. എന്നാൽ ഈ ആവശ്യം കളക്ടർ അനിതാകുമാരി അംഗീകരിച്ചില്ല. തൃശൂർ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിൻ സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞ ചെയ്ത നിജി ജസ്റ്റിനെ കോൺഗ്രസ് നേതാക്കൾ ഷാൾ അണിയിച്ചും തലയിൽ കിരീടം ചൂടിയുമാണ് സ്വീകരിച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നിജി ജസ്റ്റിനെ മേയർ കോട്ട് അണിയിച്ചു. 35 വോട്ടുകൾക്കാണ് നിജി ജസ്റ്റിൻ വിജയിച്ചത്. തൃശൂർ മേയർ തെരഞ്ഞെടുപ്പിൽ തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കി ലാലി ജെയിംസ്. പാർട്ടി നേതൃത്വം പണം വാങ്ങി മേയർ പദവി വിറ്റെന്ന ഗുരുതര ആരോപണമാണ് ലാലി ജെയിംസ് ഉന്നയിച്ചത്. നിയുക്ത മേയർ നിജി ജസ്റ്റിനും ഭർത്താവും പെട്ടിയുമായി AICC നേതാക്കളെ പോയി കണ്ടെന്നും പണമില്ലാത്തതിന്റെ പേരിൽ പാർട്ടി തന്നെ തഴയുകയായിരുന്നെന്നും അവർ പറഞ്ഞു. കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേതൃത്വം പണം വാങ്ങി മേയർ പദവി വിറ്റെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച ലാലി ജെയിംസിനെതിരെ തൃശൂർ DCC 4 പ്രാവശ്യം കൗൺസിലറായ വ്യക്തിയാണ് ലാലി എന്നും അവർ ആർക്കാണ് കൗൺസിലറാകാൻ പെട്ടി കൊടുത്തതെന്നും വ്യക്തമാക്കണമെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. വൈകാരികമായി അല്ല ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതികരിക്കേണ്ടതെന്നും അവർ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പറഞ്ഞതെന്നറിയില്ലെന്നും ടാജറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഷൊർണൂർ നഗരസഭാധ്യക്ഷയായി LDF വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച P നിർമ്മല തെരഞ്ഞെടുക്കപ്പെട്ടു. കേവല ഭൂരിപക്ഷമില്ലാത്ത LDFിനോട് P നിർമ്മല അധ്യക്ഷ സീറ്റ് ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടെയാണ് ഭരണം നിലനിർത്താൻ P നിർമ്മലയെ പിന്തുണയ്ക്കാൻ CPM തീരുമാനിച്ചത്. 17 LDF അംഗങ്ങളും നിർമ്മലയ്ക്ക് വോട്ട് ചെയ്തു. നിർമ്മലയുടെ വോട്ടടക്കം ആകെ 18 വോട്ടുകൾ നേടി. ഒറ്റപ്പാലം നഗരസഭയിൽ CPMലെ MK ജയസുധ ചെയർപേഴ്സണായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. SC വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ട അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കാൻ UDFിലും BJPയിലും പ്രതിനിധികളില്ലാത്തതാണ് ഏകപക്ഷീയമായ വിജയത്തിന് വഴിയൊരുക്കിയത്.
CPM കൗൺസിലർ KK രാമകൃഷ്ണൻ നാമനിർദ്ദേശം ചെയ്ത ജയസുധയെ UDF നേതാവ് PMA ജലീൽ പിന്തുണച്ചതും ശ്രദ്ധേയമായി. രാഹുകാലം കഴിയാതെ ഓഫീസിൽ കയറില്ലെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ചെയർപേഴ്സൺ നിലപാടെടുത്തതോടെ 3/4 മണിക്കൂറോളം കാത്തുനിന്ന് ഉദ്യോഗസ്ഥരും പാർട്ടി പ്രവർത്തകരും. പെരുമ്പാവൂർ നഗരസഭയിലെ പുതിയ ചെയർപേഴ്സൺ UDFന്റെ KS സംഗീതയാണ് രാഹുകാലം കഴിയും വരെ ഓഫീസിൽ കയറില്ലെന്ന് നിലപാടെടുത്തത്. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. വേങ്ങരയിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പരസ്യ പ്രതിഷേധം. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് പോസ്റ്റർ പ്രചരണത്തിലേക്ക് എത്തിയത്. കുഞ്ഞാലിക്കുട്ടിയുടെ സഹോദര പുത്രനായ അബു താഹിറിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലീഗ് നേതൃത്വം നിശ്ചയിച്ചതാണ് ഒരു വിഭാഗം പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കുഞ്ഞാലിക്കുട്ടിയുടെ തറവാട്ട് സ്വത്താണ്, സഹോദരി പുത്രന് തീരെഴുതി കൊടുക്കാൻ എന്നാണ് പലയിടത്തും പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളിൽ ഉള്ളത്. എറണാകുളത്തെ മേയർമാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഞാൻ ഇടപെട്ടില്ല എന്നതാണ് തനിക്കെതിരായ ഗുരുതരമായ ആരോപണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കുന്നതുവരെ താൻ അവിടെയുണ്ടായിരുന്നു. താൻ ഇടപെടാൻ പാടില്ല, ഒരു മുതിർന്ന നേതാവും ഇടപെടാൻ പാടില്ല. ഇതിന് നടപടിക്രമമുണ്ടെന്നും സതീശൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കടത്തിൽ ബന്ധമുണ്ടെന്ന് പ്രവാസി വ്യവസായി ആരോപിച്ച തമിഴ്നാട്ടിലെ ഡി മണിയെ പ്രത്യേക സംഘം ചോദ്യം ചെയ്തെന്ന് റിപ്പോർട്ടുകൾ. ഡി മണിയെന്ന് വ്യവസായി വെളിപ്പെടുത്തിയത് ദിണ്ടിഗൽ സ്വദേശി ബാലമുരുകനെയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. കേരളത്തിൽ നിന്നുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം അന്താരാഷ്ട്ര മാഫിയയുമായി ബന്ധമുള്ള സംഘം കടത്തിയെന്നാണ് വ്യവസായിയുടെ മൊഴി. ഇതിലെ സത്യാവസ്ഥ വ്യക്തമാക്കുന്നതിനായാണ് ചോദ്യം ചെയ്യൽ. അതേസമയം തനിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ബാലമുരുകൻ മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയില്ലെന്നും ഇയാൾ അവകാശപ്പെടുന്നു. നിലവിൽ ശബരിമല സ്വർണ്ണ തട്ടിപ്പുമായി ഇയാളെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും SITക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും അന്വേഷണം തുടരുകയാണ്. സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോട്ടോ വിവാദം തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിണറായിയുടേത് വില കുറഞ്ഞ ആരോപണമാണെന്നും ഫോട്ടോ വിവാദം CPMന്റേത് യഥാർത്ഥ പ്രശ്നം മറയ്ക്കാനുള്ള ശ്രമമാണെന്നും സതീശൻ വിമർശിച്ചു. സോണിയാഗാന്ധിയെ കാണാൻ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോയിന്റ്മെന്റ് എടുത്താൽ ആർക്ക് വേണമെങ്കിലും സോണിയാഗാന്ധിയെ കാണാമെന്ന് VD സതീശൻ പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രി കാണാൻ അത്ര എളുപ്പമല്ലല്ലോ എന്നും സതീശൻ പരിഹസിച്ചു. സംസ്ഥാനത്തെ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തന സമയം നീട്ടിയതിൽ പ്രതിഷേധവുമായി KGMOA. ഏകപക്ഷീയമായി രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ ഉത്തരവിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി KGMOA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിലവിലുള്ള ജീവനക്കാരുടെ എണ്ണത്തിൽ യാതൊരു വർധനവും വരുത്താതെയാണ് ജീവനക്കാരിൽ അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്ന ഈ തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നതെന്ന് സംഘടന ആരോപിക്കുന്നു. CPIക്ക് ഇന്ന് 100 വയസ്സ്. 1925 ഡിസംബർ 26 കാൺപൂരിലാണ് പാർട്ടിയുടെ രൂപീകരണ സമ്മേളനം നടന്നത്. 100ാം വാർഷികമായ ഇന്ന് ദില്ലിയിൽ കേന്ദ്ര കമ്മിറ്റി ഓഫീസായ അജോയ് ഭവനിൽ ജനറൽ സെക്രട്ടറി D രാജ പതാക ഉയർത്തും. CPIയുടെ 100 വർഷം പാരമ്പര്യവും ഭാവിയും എന്ന വിഷയത്തിലെ സെമിനാറിൽ D രാജ, അമർജീത് കൗർ, ആനി രാജ, പ്രകാശ് ബാബു തുടങ്ങിയ നേതാക്കൾ സംസാരിക്കും. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറും. പാർട്ടിയുടെ 100 വർഷത്തെ ചരിത്രം വ്യക്തമാക്കുന്ന പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. വയനാട്ടിൽ 6 ദിവസം മുൻപ് ആദിവാസിയായ മാരനെ കടിച്ചു കൊന്ന കടുവ കൂട്ടിലായി. രാത്രി 1:30ഓടെയാണ് കടുവ വനംവകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങിയത്. 14 വയസ്സുള്ള ആൺകടുവയാണ് കുടുങ്ങിയതെന്ന് വനംവകുപ്പ് അറിയിച്ചു. ആദിവാസിയായ മാരനെ കടിച്ചു കൊന്ന കടുവയാണിതെന്നാണ് സ്ഥിരീകരണം. കടുവയെ കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. തിരുവനന്തപുരം വർക്കലയിൽ മദ്യപൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട 19-കാരിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടിയെ കൊച്ചിയിലേക്ക് മാറ്റിയത്. ഗുരുതരമായി പരിക്കേറ്റ നന്ദിയോട് സ്വദേശി ശ്രീകുട്ടി 1.5 മാസമായി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പെൺകുട്ടിക്ക് പൂർണ്ണമായും ബോധം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇലവീഴ പൂഞ്ചിറ മലനിരയിൽ വൻ തീപിടുത്തം. നിയന്ത്രണ വിധേയമാക്കിയ തീ ഇന്നലെ രാത്രിയോടെ വീണ്ടും പടർന്നു. നിലവിൽ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനും കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുമായി അഗ്നിരക്ഷാസേനയുടെ ഒരു യൂണിറ്റ് സ്ഥലത്ത് തുടരുകയാണ്.
എന്തു ചെയ്യും ചേട്ടാ, പേടിക്കണ്ട ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. Amrutweni Dandruff Quit, the ultimate dandruff solution. ഉത്തർപ്രദേശിലെ ഉന്നാവിലെ ബലാത്സംഗ കേസിൽ BJP മുൻ MLA കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി നടപടിയെ വിമർശിച്ച് ഉന്നാവിലെ അതിജീവിത. സെൻഗാറിന് ജാമ്യം ലഭിച്ചതോടെ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും CBIയും അഭിഭാഷകരും ഒത്തുകളിച്ചെന്നും അതിജീവിത പറഞ്ഞു. ബലാത്സംഗ കേസിൽ BJP നേതാവിന്റെ ശിക്ഷ മരവിപ്പിച്ച് ജഡ്ജിമാർ പ്രതിക്കൊപ്പം നിന്നതുകൊണ്ടാണെന്നും CBIയും അഭിഭാഷകരും ഒത്തുകളിച്ചെന്നും അതിജീവിത പറഞ്ഞു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ അക്രമം തുടർന്നു BHP. ബജ്രംഗ് ദൾ പ്രവർത്തകർ അസമിലെ നൽബേരിയിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിന് നഗരത്തിൽ സാധനങ്ങൾ വിറ്റ കടയ്ക്ക് നേരെ അക്രമമുണ്ടായി. സംഭവത്തിൽ BHP ജില്ലാ സെക്രട്ടറിയും ബജ്രംഗ് ദൾ കൺവീനറുമടക്കം 4 പേർ അറസ്റ്റിലായി. അതേസമയം മധ്യപ്രദേശിൽ അതിക്രമം നടത്തിയ വനിതാ നേതാവിന് BJP കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പഞ്ചാബിൽ മുൻകൂർ അനുമതിയില്ലാതെ മരം മുറിക്കുന്നത് ഹൈക്കോടതി വിലക്കി. പൊതുതാൽപര്യ ഹർജിയിലാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ജസ്റ്റിസ് സഞ്ജീവ് ബെറി എന്നിവർ അടങ്ങിയ ബെഞ്ച് സുപ്രധാനമായ ഉത്തരവിറക്കിയത്. ഒഡീഷയിൽ അന്യസംസ്ഥാന തൊഴിലാളിയെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തി. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ജുവൽ ഷെയ്ഖ് എന്ന തൊഴിലാളിയാണ് ക്രൂരമായ മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ടത്. അക്രമത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബംഗ്ലാദേശ് പൗരന്മാരെന്ന് സംശയിച്ചാണ് ആൾക്കൂട്ടം ആക്രമിച്ചതെന്ന് പരിക്കേറ്റ തൊഴിലാളികളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. സൈനികർക്കും ഓഫീസർമാർക്കും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നതിൽ ഏർപ്പെടുത്തിയിരുന്ന കർശന നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ഇന്ത്യൻ കരസേന. ഇനി മുതൽ സൈനികർക്ക് ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റുകൾ കാണാനും നിരീക്ഷിക്കാനും അനുവാദമുണ്ടാകും. എന്നാൽ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാനോ കമന്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ പാടില്ല. അക്കൗണ്ട് ഉപയോഗിക്കാമെങ്കിലും നിശബ്ദ കാഴ്ചക്കാരായി മാത്രമേ സൈനികർക്ക് തുടരാനാകൂ. ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളിലും ഗെയിമുകളിലും പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് തെലങ്കാനയിലും മധ്യപ്രദേശിലുമായി 3 യുവാക്കൾ ആത്മഹത്യ ചെയ്തു. തെലങ്കാനയിലെ സംഗറെഡ്ഡി ജില്ലയിൽ 18 വയസ്സുകാരനായ വിക്രം 1 ലക്ഷം രൂപ ബെറ്റിംഗ് ആപ്പിലൂടെ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കീടനാശിനി കഴിച്ച് മരിച്ചു. കാനഡയിലെ ടൊറന്റോ സർവകലാശാലയ്ക്ക് സമീപം ഇന്ത്യൻ വിദ്യാർത്ഥി വെടിയേറ്റ് മരിച്ചു. PhD വിദ്യാർത്ഥിയായ ശിവാംഗ് അവസ്ഥയാണ് കൊല്ലപ്പെട്ടത്. ടൊറന്റോ സർവകലാശാലയുടെ സ്കാർബറോ ക്യാമ്പസിന് സമീപത്ത് വെച്ചാണ് 20 വയസ്സുകാരനായ ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത്. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ശിവാംഗ് മരിച്ചു. ഈ വർഷം ടൊറന്റോയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 41ാമത്തെ കൊലപാതകമാണിത്. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീറിനെതിരായ പരസ്യ വിമർശനത്തിന് പിന്നാലെ മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ഉപദേശകർ മിർസ ഷഹസാദ് അക്ബറിന് നേരെ ആക്രമണം. UK-യിലെ സ്വന്തം വസതിയിൽ വെച്ചാണ് അക്ബറിന് നേരെ ആക്രമണം നടന്നതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മൂക്കിനും താടിയെല്ലിനും ഒടിവ് സംഭവിച്ചു. ബംഗ്ലാദേശിൽ തന്റെ പുറത്താക്കലിന് പിന്നാലെ അധികാരമേറ്റ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. നിലവിൽ ബംഗ്ലാദേശ് ഭരിക്കുന്നത് മതേതരത്വം തകർക്കുന്ന സർക്കാരാണെന്ന് ഷെയ്ഖ് ഹസീന കുറ്റപ്പെടുത്തി. മുസ്ലിങ്ങളല്ലാത്തവർക്കെതിരെ വലിയ അതിക്രമം നടക്കുന്നു. അധികാരം നഷ്ടമായതിന് പിന്നാലെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ ലക്ഷ്യം വയ്ക്കുകയാണെന്നും അവർ പറഞ്ഞു. വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർക്ക് നേരെ അമേരിക്കൻ സൈന്യം മാരകമായ വ്യോമാക്രമണം നടത്തിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ക്രിസ്മസ് ദിനത്തിൽ നടന്ന ഈ സൈനിക നടപടിയിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണമെന്ന് ട്രംപ് നേരത്തെ നൽകിയ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഈ നീക്കം. നൈജീരിയൻ അധികൃതരുടെ അഭ്യർത്ഥന പ്രകാരമാണ് സൊക്കോട്ടോ സ്റ്റേറ്റിൽ ആക്രമണം നടത്തിയതെന്ന് US ആഫ്രിക്ക കമാൻഡ് അറിയിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.